ഒരു കുട്ടിയുടെ യൂണിഫോമിന് 2.5 മീറ്റർ തുണി വേണം. ഓക്കെ. 1 മീറ്ററിന് 40 രൂപയാണ് വില. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 30 കുട്ടികൾക്ക് യൂണിഫോം വാങ്ങുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ? നോക്കാം. ആദ്യം നമുക്ക് ഒരു കുട്ടിക്ക് എത്ര രൂപയാവുമെന്ന് നോക്കാം. ശരി. 1 മീറ്ററിന് 40 രൂപ. അപ്പോ 2 മീറ്ററിന് 40 + 40 80 രൂപ. അതെ, പക്ഷെ 2.5 മീറ്ററിലേ വേണ്ടത്. 1/2 മീറ്റർ കൂടി വേണം. 1 മീറ്ററിന് 40 ആണെങ്കിൽ 1/2 മീറ്ററിന് പകുതി 20 രൂപ. എക്സാക്ട്ലി. അപ്പോ 80ഉം 20ഉം കൂടെ ചേർത്താൽ 100 രൂപ. അപ്പോ ഒരു കുട്ടിക്ക് വേണ്ട തുണിയുടെ വില 100 രൂപയാണെന്നുള്ളത് ശരിയാണ്. ബിൽക്കുൾ. അപ്പോ പിന്നെ ഒരു കുട്ടിക്ക് 80 രൂപയാണ് വിലയെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഉറപ്പല്ലേ? അതെ, അത് തെറ്റാണ്. കാരണം നമുക്ക് 100 രൂപയാണല്ലോ കിട്ടിയത്. ശരി. ഇനി അടുത്തത് 30 കുട്ടികൾക്കായി ആകെ 3000 രൂപയുടെ തുണി വേണം. ഇത് ശരിയാണോ? ഒരു കുട്ടിക്ക് 100 രൂപ. അപ്പോൾ 30 കുട്ടികൾക്ക് 30നെ 100 കൊണ്ട് ഗുണിക്കണം. അതിനെന്താ എളുപ്പവഴി? ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ വലതുവശത്ത് 2 പൂജ്യം ചേർത്താൽ മതി. അപ്പൊ 30ന്റെ കൂടെ 2 പൂജ്യം 3000. അതും ശരിയാണ്. അതെ. കൊള്ളാം. ഇനി അവസാനത്തേത് 30 കുട്ടികൾക്കായി ആകെ 75 മീറ്റർ തുണി വേണം. ഇത് കുറച്ച്. ഒരു കൺഫ്യൂഷനും വേണ്ട. ഒരു കുട്ടിക്ക് 2.5 മീറ്റർ. അപ്പം 30 കുട്ടികൾക്ക് 30 ഗുണിക്കണം 2.5. ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യും? ആദ്യം 30നെ 2 കൊണ്ട് ഗുണിക്കുക. 60. പിന്നെ 30നെ അര, അതായത് 0.5 കൊണ്ട് ഗുണിക്കുക. ഒരു സംഖ്യയെ അര കൊണ്ട് ഗുണിക്കുന്നത് അതിന്റെ പകുതി എടുക്കുന്നത് പോലെയാണ്. അപ്പൊ 30ന്റെ പകുതി 15. അതെ. അപ്പൊ 60ഉം 15ഉം കൂട്ടിയാൽ 75. അപ്പോ 75 മീറ്റർ തുണി വേണം എന്നതും ശരിയാണ്. മിടുക്കർ. അടുത്തത് ഒറ്റസംഖ്യകളുടെ ഒരു കളിയാണ്. 1 മുതൽ 9 വരെയുള്ള ഒറ്റസംഖ്യകൾ, അവ കൂട്ടിയാൽ കിട്ടുന്ന തുകയെക്കുറിച്ചാണ്. ആ സംഖ്യകൾ ഏതൊക്കെയാ? 1, 3, 5, 7, 9. ആദ്യം തന്നെ ആകെ എത്ര സംഖ്യകളുണ്ട് ഇവിടെ? 1, 2, 3, 4, 5. ആകെ 5 സംഖ്യകളുണ്ട്. അപ്പോ ആ പ്രസ്താവന ശരിയാണ്. ഇനി ഇതിന്റെ തുക കാണാൻ ഒരു മാന്ത്രിക വിദ്യയുണ്ട്. മഞ്ചാടിയിലെ മാന്ത്രികനെ പോലെ നമുക്കൊരു സൂത്രം പ്രയോഗിക്കാം. ആണോ? എത്ര സംഖ്യകളുണ്ടോ ആ സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി. അയ്യോ, അത്രയുള്ളൂ? ഇവിടെ 5 സംഖ്യകളുണ്ട്. അപ്പോ തുക കാണാൻ 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതിയോ? അതെ. 5 ഗുണിക്കണം 5 എന്നാൽ 25. അപ്പോ ആകെ കിട്ടുന്ന തുക 25 എന്നതും ശരിയാണ്. കറക്റ്റ്. അപ്പൊ പിന്നെ ആകെ തുക 30 പറഞ്ഞാൽ അത് തെറ്റല്ലേ? ശരിയായ ഉത്തരം 25. ഈ മാന്ത്രിക വിദ്യ കുറച്ചുകൂടി വലിയ സംഖ്യകളിൽ ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. നമുക്ക് 1 മുതൽ 19 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ കാര്യം നോക്കാം. ഓക്കെ. പക്ഷേ ആദ്യം 1 മുതൽ 19 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് കണ്ടെത്തണം. അതാണ് ആദ്യത്തെ പടി. ഒരു പ്രസ്താവനയുണ്ട്. 1 മുതൽ 19 വരെ ആകെ 10 ഒറ്റ സംഖ്യകളുണ്ട്. അത് ശരിയാണോ? നമുക്ക് നോക്കാം. 1 മുതൽ 20 വരെ എടുത്താൽ അതിൽ പകുതി ഒറ്റസംഖ്യയും പകുതി ഇരട്ടസംഖ്യയുമായിരിക്കും. അതായത് 10 ഒറ്റ സംഖ്യയും 10 ഇരട്ടസംഖ്യയും. അതെ. 20 ഒരു ഇരട്ടസംഖ്യയല്ലേ? അപ്പോ 1 മുതൽ 19 വരെ എടുത്താലും 10 ഒറ്റസംഖ്യകൾ തന്നെയുണ്ടാവും. ആ പ്രസ്താവന ശരിയാണ്. അപ്പൊ നമ്മുടെ മാന്ത്രിക വിദ്യ വീണ്ടും ഉപയോഗിക്കാം. 10 സംഖ്യകൾ. തുക കാണാൻ 10 ഗുണിക്കണം 10 100. അതെ. അപ്പൊ ആകെ തുക 100 എന്നതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ആകെ തുക 90 ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. തെറ്റാണ്. ഇനി അതിലൊരു കള്ളൻ ചോദ്യമുണ്ട്. 1 മുതൽ 20 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുകയും 100 തന്നെയാണോ? 20 ഒരു ഇരട്ടസംഖ്യയല്ലേ? അതെ. അപ്പോ 1 മുതൽ 19 വരെയുള്ള ഒറ്റസംഖ്യകൾ തന്നെയാണ് 1 മുതൽ 20 വരെയുള്ള ഒറ്റസംഖ്യകളും. അപ്പോ തുകയോ? തുകയും 100 തന്നെ. ആ പ്രസ്താവനയും ശരിയാണ്. കൊള്ളാം. ഇനി ഒറ്റസംഖ്യകളെ മാറ്റി നിർത്തി ഇരട്ടസംഖ്യകളെ കൂട്ടുകാരാക്കിയാലോ? നല്ല ആശയം. ഓക്കെ. 2 മുതൽ 10 വരെയുള്ള ഇരട്ടസംഖ്യകൾ 2, 4, 6, 8, 10. ഇതിനും വല്ല സൂത്രപ്പണികളുമുണ്ടോ? ഉണ്ട്. പക്ഷേ ഇത് വേറെ തരം സൂത്രമാണ്. ആദ്യം ഇവിടെ എത്ര സംഖ്യകളുണ്ടെന്ന് എണ്ണി നോക്കൂ. 2, 4, 6, 8, 10. 5 സംഖ്യകൾ. ശരിയാണ്. ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രം ഇതാണ്. എത്ര സംഖ്യകളുണ്ടോ അതിനോട് 1 കൂട്ടുക. ഓക്കെ. 5നോട് 1 കൂട്ടിയാൽ 6. എന്നിട്ട്
ആ കിട്ടുന്ന സംഖ്യയെ ആദ്യത്തെ എണ്ണം കൊണ്ട് ഗുണിക്കുക. മനസ്സിലായില്ല. സിമ്പിളാണ്. ഇവിടെ 5 സംഖ്യകളുണ്ട്. 5നോട് 1 കൂട്ടിയാൽ 6 കിട്ടും. ഇനി ആ 6നെ ആദ്യത്തെ എണ്ണമായ 5 കൊണ്ട് ഗുണിക്കണം. ഓ, 6 ഗുണിക്കണം 5 30. അതെ. അപ്പോ തുക കാണാനുള്ള ആ രീതി ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ആകെ തുക 30 ആണ് എന്നതും ശരിയാണ്. അതെ. അപ്പോ ആകെ തുക 5 ഗുണിക്കണം 5, അതായത് 25 എന്ന് പറഞ്ഞാലോ? അത് തെറ്റാണ്. അത് ഒറ്റ സംഖ്യകളുടെ സൂത്രമാണല്ലേ? അതെ, അതിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി കുറച്ച് വലിയ കണക്കുകൾ നോക്കിയാലോ? ഡോറയും ബുജിയും കൂടി ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങിയെന്ന് വിചാരിക്കുക. കൊള്ളാം. അവിടെ 12 പുരുഷന്മാരും 16 സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ട്. ഒരു പുരുഷന് ഒരു ദിവസം 1100 രൂപയും ഒരു സ്ത്രീക്ക് 900 രൂപയുമാണ് ശമ്പളം. നല്ല ചോദ്യം. നമുക്ക് ഓരോന്നായി നോക്കാം. പുരുഷന്മാരുടെ ഒരു ദിവസത്തെ ആകെ ശമ്പളം 13,200 രൂപയാണ്. ഇത് ശരിയാണോ? 12 പുരുഷന്മാർ, ഓരോരുത്തർക്കും 1100 രൂപ. അപ്പോ 12നെ 1100 കൊണ്ട് ഗുണിക്കണം. അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യും? പൂജ്യങ്ങൾ അവസാനം ചേർത്താൽ മതി. 12നെ 11 കൊണ്ട് ഗുണിച്ചാൽ 132. ആ, ഇനി ആ 2 പൂജ്യവും കൂടി ചേർത്താൽ 13,200. ശരിയാണ്. അടുത്തത് സ്ത്രീകളുടെ കാര്യം. 16 സ്ത്രീകൾക്ക് 900 രൂപ വെച്ച്. 16 ഗുണിക്കണം 900. അതെ, 16നെ 9 കൊണ്ട് ഗുണിച്ചാൽ 144. കൂടെ 2 പൂജ്യം ചേർത്താൽ 14,400. അപ്പോ അതും ശരിയാണ്. എങ്കിൽ കമ്പനിയുടെ ഒരു ദിവസത്തെ ആകെ ശമ്പളച്ചെലവ് അത് രണ്ടും കൂടി കൂട്ടിയാൽ മതിയല്ലോ. 13,200ഉം 14,400ഉം. അത് കൂട്ടുമ്പോൾ 27,600 കിട്ടും. അപ്പോൾ അതും ശരിയാണ്. അവസാനമായി ഒരു ചോദ്യം. ആകെ നോക്കുമ്പോൾ സ്ത്രീകൾക്കാണോ കൂടുതൽ ശമ്പളം? 14,400 ആണോ 13,200 ആണോ വലുത്? 14,400 ആണ്. അതത് സ്ത്രീകളുടെ ശമ്പളമാണ്. അപ്പൊ ആ പ്രസ്താവനയും ശരിയാണ്. കൊള്ളാം. ഇതിൽ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. ഇനി നമുക്ക് അക്കങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചുപോകാം. ഓക്കെ. അക്കങ്ങൾ ഒരേപോലെ വരാത്ത രണ്ടക്ക സംഖ്യകൾ, അതായത് 11, 22, 33 പോലുള്ളവരെ നമുക്ക് വേണ്ട. ഓക്കെ. രണ്ടക്ക സംഖ്യകൾ 10 മുതൽ 99 വരെയാണ്. അപ്പോ 10 മുതൽ 99 വരെ ആകെ 90 രണ്ടക്ക സംഖ്യകളുണ്ട്. ഇത് ശരിയാണോ? അതെ, അത് ശരിയാണ്. 1 മുതൽ 99 വരെ 99 സംഖ്യകൾ. അതിൽ ആദ്യത്തെ 9 ഉറക്ക സംഖ്യകളെ മാറ്റിയാൽ 90 എണ്ണം. ശരി. ഇനി അക്കങ്ങൾ ഒരുപോലെ വരുന്ന എത്ര പേരുണ്ട്? 11, 22, 33, 44, 55, 66, 77, 88, 99. കൃത്യം 9 എണ്ണം. അതും ശരിയാണ്. അപ്പോ അക്കങ്ങൾ ആവർത്തിക്കാത്ത സംഖ്യകൾ കണ്ടുപിടിക്കാൻ ആകെ 90ൽ നിന്ന് ഈ 9 പേരെ ഒഴിവാക്കിയാൽ പോരെ? മതി. 90 കുറയ്ക്കണം 9, അതായത് 81. വളരെ ശരിയാണ്. ആകെ 90, അതിൽ 9 എണ്ണം ആവർത്തിക്കുന്നവ. അപ്പോൾ ബാക്കി 81 എണ്ണം. അങ്ങനെയാണെങ്കിൽ അക്കങ്ങൾ ആവർത്തിക്കാത്ത ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ 10 ആണ് എന്നുള്ളതും ശരിയല്ലേ? തീർച്ചയായും. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ 10 ആണ്. അതിലെ അക്കങ്ങൾ 1ഉം 0ഉമാണ്. ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതും ശരിയാണ്. കൂട്ടുകാരെ, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഈ കണക്കിലെ കളികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? കണക്കൊരു സംഭവം തന്നെയല്ലേ? അതെ. എങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള ഒരുപാട് രസകരമായ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇനി അടുത്ത സൂത്രത്തിലേക്ക് പോകാം. ഒരു സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂട്ടുമ്പോൾ 9 കിട്ടുന്ന സംഖ്യകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉദാഹരണത്തിന് 18, 1ഉം 8ഉം കൂട്ടിയാൽ 9. അതെ. അതുപോലെ 27ൽ 2ഉം 7ഉം കൂട്ടിയാൽ 9. അങ്ങനെയുള്ള സംഖ്യകളെക്കുറിച്ചാണ് അടുത്തത്. ഓക്കെ. അപ്പോ ഇങ്ങനെ അക്കങ്ങൾ കൂട്ടുമ്പോൾ 9 കിട്ടുന്ന സംഖ്യകളെല്ലാം 9ന്റെ ഗുണിതങ്ങളായിരിക്കും. അതെ, അത് 9ന്റെ ഒരു സൂപ്പർ പവറാണ്. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഒരക്കമാക്കുമ്പോൾ 9 ആണെങ്കിൽ ആ സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഓ, അപ്പോ ആ പ്രസ്താവന ശരിയാണ്. ഉം. അപ്പോ ഇത്തരം സംഖ്യകളെ 9 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കും എന്ന് പറയുന്നതും ശരിയാണല്ലേ? അതെ, അത് ഒരേ കാര്യം തന്നെ 2 രീതിയിൽ പറയുന്നുവെന്നേ ഉള്ളൂ. അതും ശരിയാണ്. നമുക്ക് ഒരെണ്ണം പരീക്ഷിച്ചു നോക്കാം. 6459 എന്ന സംഖ്യ. ഇതിലെ അക്കങ്ങൾ കൂട്ടിയാൽ 9 കിട്ടില്ല. അതുകൊണ്ടിത് 9ന്റെ ഗുണിതമല്ല. ശരിയാണോ? കൂട്ടി നോക്കാം. 6 + 4 10, 10 + 5 15, 15 + 7 22, 22 + 9 31. 31. ഇനി 31ലെ അക്കങ്ങൾ 3ഉം 1ഉം കൂട്ടിയാൽ 4 ആണ് കിട്ടുന്നത്, 9 അല്ല. ആ,
അപ്പൊ ഇത് 9ന്റെ ഗുണിതമല്ല. ആ പറഞ്ഞതും ശരിയാണ്. അതെ. അവസാനമായി 9ന്റെ ഗുണിതങ്ങളുടെ അക്കങ്ങളുടെ തുക ഒരക്കമാക്കുമ്പോൾ എപ്പോഴും 9 തന്നെയായിരിക്കും. അതെ. 9ന്റെ ഏത് ഗുണിതം എടുത്താലും 9, 18, 27, 36 എന്തുമാവട്ടെ, അതിലെ അക്കങ്ങൾ കൂട്ടി ഒരക്കമാക്കിയാൽ ഉത്തരം എപ്പോഴും 9 ആയിരിക്കും. അതും ശരിയാണ്. ഇനി ഒരു ഗുണനത്തിന്റെ എളുപ്പവഴി കണ്ടുപിടിക്കാം. 301നെ 3 കൊണ്ട് ഗുണിച്ചാൽ 903 ആണെന്ന് നമുക്കറിയാം. എങ്കിൽ 308നെ 3 കൊണ്ട് ഗുണിക്കാൻ എന്താണ് എളുപ്പവഴി? ഇത് ലിറ്റിൽ സിംഗം ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പല വഴികളുണ്ട്. ഒന്നാമത്തെ വഴി, 308നെ 300 അധികം 8 എന്ന് പിരിച്ച് 300 × 3 അധികം 8 × 3 എന്ന് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. 300നെ 3 കൊണ്ട് ഗുണിച്ചാൽ 900. 8നെ 3 കൊണ്ട് ഗുണിച്ചാൽ 24. അപ്പോ 900ഉം 24ഉം കൂട്ടിയാൽ 924. ഇത് വളരെ എളുപ്പമുള്ള ശരിയായ രീതിയാണ്. അപ്പൊ ഉത്തരം 924 ആണെന്നുള്ളതും ശരിയാണല്ലോ. അതെ. ഇനി മറ്റൊരു വഴിയുണ്ട്. 301ഉം 308ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7. അതെ. അപ്പോ 301നെ 3 കൊണ്ട് ഗുണിച്ച ഉത്തരമായ 903നോടൊപ്പം ഈ വ്യത്യാസമായ 7നെ 3 കൊണ്ട് ഗുണിച്ചത് കൂട്ടിയാൽ മതിയോ? കൊള്ളാം. അതെ. അതായത് 903നോട് 21 കൂട്ടുക. എക്സാക്ട്ലി. 903ഉം 21ഉം കൂട്ടിയാലും 924 തന്നെ കിട്ടും. അപ്പോൾ ആ വഴിയും ശരിയാണ്. അപ്പോ കൂട്ടുകാരെ, കണക്കിലെ എത്രയെത്ര എളുപ്പവഴികളും സൂത്രങ്ങളുമാണ് നമ്മളിന്ന് പഠിച്ചത്. അതെ. ഇതുപോലെ ചിന്തിച്ചാൽ ഏതു വലിയ കണക്കിനെയും നമുക്ക് പോക്കറ്റിലിടാൻ പറ്റും. കണക്കിനെ ഒരു കളിയായി കണ്ടാൽ മതി. അതിലെ നിയമങ്ങളും സൂത്രങ്ങളും കണ്ടെത്തിയാൽ അതൊരു രസകരമായ കളിയാണ്, അല്ലേ? തീർച്ചയായും. പേടിക്കുകയേ വേണ്ട. നമ്മുടെ ഈ ചാനലിൽ സയൻസ് ക്വിസ്, സോഷ്യൽ സയൻസ് ക്വിസ്, മാത്സ് ക്വിസ്, അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു പാഠങ്ങളുടെ വർക്കുകളും ക്വിസുകളുമൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ പോയി കാണണം കേട്ടോ. ഇന്ന് നമ്മൾ 99 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി പഠിച്ചില്ലേ? അതുപോലെ 98 കൊണ്ടോ 999 കൊണ്ടോ ഗുണിക്കാൻ നിങ്ങൾക്ക് സ്വന്തമായൊരു എളുപ്പവഴിയെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. നല്ലൊരു ഐഡിയ ആണല്ലോ. അപ്പോൾ അടുത്ത തവണ പുതിയ കളികളുമായി വീണ്ടും കാണാം. ബൈ ബൈ.